ഇലക്ഷൻ മണ്ഡല പര്യടനം ഈ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഞങ്ങൾ നടത്തുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം എന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിൻ്റെ ക്ഷേത്ര നഗരിയിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പേരിൽ ലോകപ്രസിദ്ധമായി തീർന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അമ്പലം കേന്ദ്രമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ മണ്ഡലം. ആ ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ സ്ഥിതിഗതികളാണ് ഇന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത്. തീർച്ചയായും ഗുരുവായൂരിൻ്റെ ചരിത്രം, ഗുരുവായൂരിൻ്റെ ഇലക്ഷൻ കണക്കുകൾ ഒക്കെ ഞങ്ങൾ വിശകലനം ചെയ്യും. രാജേന്ദ്രൻ സാറേ, ഗുരുവായൂർ മണ്ഡലം കേരളത്തോടൊപ്പം പിറന്ന മണ്ഡലമാണ്. കേരളം ഉണ്ടായ കാലം തൊട്ടേ ഗുരുവായൂർ മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിന്റെ ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അങ്ങേക്ക് എന്ത് പ്രത്യേകതകളാണ് പറയാൻ? നമുക്ക് അവസാനത്ത് നിന്ന് ആദ്യം തുടങ്ങാം. ഇപ്പോഴത്തെ MLA എന്ന് പറഞ്ഞ NK അക്ബർ എന്ന് പറഞ്ഞ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇതിൻ്റെ ചരിത്രത്തിൽ 1957 മുതലുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് 18,000. അതിനു മുമ്പ് 18,000 വലിയ ഭൂരിപക്ഷമാണ്. അതെ, ഗുരുവായൂർ അതാ ക്ഷേത്ര നഗരത്തിൽ തന്നെ അല്ല, അവിടുത്തെ മണ്ഡലം ഭൂരിപക്ഷം പൊതുവെ കുറവാണ്, വളരെ കുറവാണ് ഭൂരിപക്ഷം. അതായത് KV അബ്ദുൽ ഖാദർ CPM-ന്റെ 18,000 പിടിച്ചപ്പോൾ NK അക്ബർ CPM 18,268 KV അബ്ദുൽ ഖാദറാണ് രണ്ടാം സ്ഥാനത്ത് നടത്തും അല്ലേ? 15,098 വോട്ടുമായി 2011. മൂന്നാം സ്ഥാനത്ത് സീതി തങ്ങൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സപ്തകക്ഷി മുന്നണിയിലെ ഒരു അംഗമായിരുന്ന KTP ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. കേരള തൊഴിലാളി പാർട്ടി ജയിച്ചിട്ടുമുണ്ട്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലുതായിട്ടൊന്നുമില്ല, 1049, കുറവല്ല. അതിന് തൊട്ടും മുമ്പ് BB സീതി തങ്ങൾ മത്സരിച്ചപ്പോൾ കേവലം 463. മാഷ് പറഞ്ഞ പോലെ ഭൂരിപക്ഷം പലപ്പോഴും ഇവിടെ വളരെ കുറവായിട്ടാണ് ലഭിക്കുന്നത്. അതുപോലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1957 ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ CPM അധികാരത്തിൽ വന്നപ്പോൾ PK കോരു CPI എന്ന് പറഞ്ഞ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ് അവിടുന്ന് ജയിച്ചിരുന്നത്. ഒരിക്കൽ കരുണാകരൻ നിത്യഭക്തനായിട്ട് ഗുരുവായൂരപ്പൻ്റെ എല്ലാ മാസവും തൊഴാൻ പോകുന്ന ആളാണ് K കരുണാകരൻ. INC ഇന്ത്യൻ അദ്ദേഹം ഉണ്ടാക്കിയ പക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ KG കരുണാകരൻ കരുണാകരൻ്റെ വളരെ അടുത്ത ഒരാളായിരുന്നു. അദ്ദേഹം 1008 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വളരെ INC ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു കോൺഗ്രസിന് അങ്ങനെയുള്ള നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ സമയങ്ങളിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ CPM പിന്നെ KTP പിന്നെ വേറൊരു കാര്യമുള്ള PT കുഞ്ഞുമുഹമ്മദ് മാഷ് ഇവിടെ 2 തവണ തുടർച്ചയായിട്ട് ജയിച്ചിട്ടുണ്ട്. PT കുഞ്ഞുമുഹമ്മദ് മാഷ് ഇപ്പോൾ ഒരു നിറഞ്ഞിരിക്കുകയാണ്. സ്ത്രീപീഡന കേസ് സംവിധായകനൊക്കെയാണ്, പക്ഷേ ഒരു സ്ത്രീപീഡന കേസിൽ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ മണ്ഡലത്തെക്കുറിച്ച് ഗുരുവായൂരിന്റെ പൊതുവെയുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ? അത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, ഇപ്പോൾ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ നഗരിയാണ്. പക്ഷെ ആ ക്ഷേത്ര നഗരി ഉൾപ്പെടെ ആ മണ്ഡലത്തിൽ ഏത് പഞ്ചായത്ത് വാർഡിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലം. നിങ്ങൾ ഒട്ടുമിക്ക പഞ്ചായത്ത് മാത്രമല്ല, അതിനെക്കുറിച്ച് ഗുരുവായൂർ അമ്പലത്തിന് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത അമ്പലത്തിൽ ദൈവനിയോഗം പോലെ കയ്യിൽ കിട്ടിയ വെള്ളവും ചൂലുമൊക്കെ ആയിട്ട് സകല മനുഷ്യരും ഇടിച്ചു കയറി ചെന്ന അതിൻ്റെ കാരണം കൂടിയുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അവിടുത്തെ അതുകൂടിയാണ് മനോഹരമായ ഒരു സമുദായ സൗഹാർദ്ദത്തിന്റെ ക്ഷേത്രമാണ്. വേറൊരു കാര്യം കൂടി, സാമൂതിരിയുടെ കാലം തൊട്ട് ടിപ്പു സുൽത്താന്റെ കാലം വരെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയിൽ അമ്പലത്ത് വീട്ടിൽ ഹൈദ്രോസ് കുട്ടി മൂപ്പൻ എന്നൊരു മുസൽമാൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയായി ഒരു മുസൽമാൻ പ്രവർത്തിച്ച ചരിത്രത്തോടെ മനോഹരമായൊരു നഗരമാണ് ഗുരുവായൂർ. ഗുരുവായൂരിന്റെ ഈ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കെടുക്കുമ്പോൾ പക്ഷേ അത് ലോക്സഭാ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ ഭാഗമായിരിക്കും. തൃശ്ശൂരിന്റെ ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് ആദ്യകാലങ്ങളിൽ ജയിച്ച ചില പ്രമുഖരെ കുറിച്ച് മാത്രം സംസാരിക്കാം. PC ചാക്കോ, നമ്മുടെ BV രാഘവൻ, CK ചന്ദ്രപ്പൻ, AC ജോസ്, കൊമ്പന്മാരാണ്. ഇവരെല്ലാം മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അതിനകത്ത് നമ്മളിപ്പോൾ നോക്കുന്നത് 1924 ഗുരുവായൂർ മണ്ഡലത്തിന്റെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ 19 ജയിച്ചിരുന്നത് TN പ്രതാപന്. അപ്പൊ കണക്കുകളിലേക്ക് നമുക്ക് വരാം. 24 ജയിച്ചത് സുരേഷ് ഗോപിയാണ്. അപ്പോഴോ കണക്കുകളിലേക്ക് വിശദമായി നമുക്ക് വരാം. അതായത് 2019 UDF അന്ന് ലഭിച്ചത് 44.9% വോട്ടുകളാണ്. അതേസമയത്ത് LDF-ന് 30.8. 30 കിട്ടി. 6% ലീഡാണ് ഇടതുപക്ഷത്തിൽ. NDAക്ക് 23
4 ആണ് കിട്ടിയത്. അവിടെ അന്ന് രാജാജി മാത്യു CPIയുടെ TN പ്രതാപൻ വിജയിക്കുന്നു 19. പിന്നെ രാജാജി മാത്യു സ്ഥാനാർത്ഥി. അപ്പോൾ സുരേഷ് ഗോപി അന്ന് 3ാമത് വന്നു. പിന്നീടാണ് ഈ തൃശ്ശൂർ പിടിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന ഒരു വാശി വരുന്നത്, ഞാനിങ്ങ് എടുക്കും എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം എന്ന് പറയുന്നത് ഈ 44.9% ലഭിക്കുമ്പോൾ 65,160 വോട്ടുകൾ UDFന്, 30.8 എന്ന് പറയുന്നത് 44,695 വോട്ട്, 23.4 എന്ന് പറയുന്നത് 33,967 വോട്ടുകളാണ് ലഭിച്ചത്. വീണ്ടും 2024 വരുമ്പോൾ UDFന് അന്ന് 37.4%, 57,925 വോട്ടുകൾ. LDFന് 32.6%, 50,519 വോട്ടുകളാണ് ലഭിച്ചത്. NDAക്ക് 29.1 വോട്ടുകളാണ്, 45,049 വോട്ടുകൾ കിട്ടിയിരുന്നു. അതായത് 23.4 നിന്നും NDA ലേശം ഒന്ന് അവിടെ 29 വരെ എത്തപ്പെട്ടു എന്നുള്ളതാണ്. LDFനാകട്ടെ പിന്നെ 30 നിന്നും 32 വന്നു. UDF 19 കിട്ടിയത് 44, പക്ഷെ 37 വല്ലാതെ കുറഞ്ഞു. UDFന്റെ വോട്ടാണ് പോയത്. പിന്നെ കൃത്യമായി തന്നെ അത് ബോധ്യമാകുന്നുണ്ട്. ഇതാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ 24 അവസ്ഥ. 24 NDAക്ക് എത്ര കിട്ടി? സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് 23.4 കിട്ടിയത്. അല്ല, 29.1. 24.4 നിന്നും 29.1 വർദ്ധിച്ചു മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കാം. 2016 2021 രണ്ടിലെയും കണക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത്, 2 തെരഞ്ഞെടുപ്പിലും ജയിച്ചത് CPM ആണ്. തുടർച്ചയായിട്ട് 3 തവണ ജയിച്ച MLA ആയിരുന്ന KV അബ്ദുൽ ഖാദറാണ് 2016 ജയിച്ചത്. അന്ന് പോൾ ചെയ്ത വോട്ടിന്റെ 44.76% വോട്ട് അന്ന് ഇടതുപക്ഷത്തിന് കിട്ടി. അന്നത്തെ ലീഡ്, KV അബ്ദുൽ ഖാദറിന്റെ ലീഡ് 15,000 വോട്ടാണ്, 15,098. മുസ്ലിം ലീഗിന്റെ യുവ നേതാവായ, യൂത്ത് ലീഗിന്റെ പ്രമുഖനായ തീപ്പൊരി നേതാവായ അഡ്വക്കേറ്റ് PM സാദിഖ് അലിയാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അവർക്ക് 51,000-ഓളം വോട്ട് അവർ നേടിയിട്ടുണ്ട്, 50,990 വോട്ട്. അതേസമയത്ത് ഒരു വ്യത്യാസം ഉണ്ടായത്, ഇപ്പോൾ അന്ന് തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് BJP സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് NDAയിൽ. അഡ്വക്കേറ്റ് നിവേദിത വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു. അവർക്ക് 25,490 വോട്ട് കിട്ടിയിട്ടുണ്ട്. 25,000 വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി 2021 വരുമ്പോൾ ഒരു പ്രത്യേകത, ഏതാണ്ട് ഈ പോൾ ചെയ്ത വോട്ടിൻ്റെ NK അക്ബർ പോൾ ചെയ്ത വോട്ടിൻ്റെ, ഇപ്പോൾ നേരത്തെ KV അബ്ദുൽ ഖാദറിന് കിട്ടിയത് പോൾ ചെയ്ത വോട്ടിൻ്റെ 44.76% ആയിരുന്നെങ്കിൽ അത് NK അക്ബർ ആയപ്പോൾ അത് 52% കൂട്ടി. എന്ന് പറഞ്ഞാൽ 8% വോട്ട് ഇടതുപക്ഷം അവിടെ കൂടുതൽ പിടിച്ചു. എന്നാൽ ഭൂരിപക്ഷത്തിൽ വലിയ വ്യത്യാസം വന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, അന്നത്തെ എതിർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KNA ഖാദറാണ്. രണ്ടാമത്തെ 21 എതിർ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദറാണ്. പക്ഷെ KNA ഖാദർ കുറച്ചധികം വോട്ട് പിടിച്ചു. ഓർക്കേണ്ട കാര്യം ഇതാണ്, എതിർ സ്ഥാനാർത്ഥി PM സാദിഖ് അലി 2016 മുസ്ലിം ലീഗ് നേതാവായി മത്സരിക്കുമ്പോൾ പിടിച്ച വോട്ട് 50,990 ആണെങ്കിൽ KNA ഖാദർ 8,000 വോട്ട് അധികം പിടിച്ചു, 9,000-ഓളം വോട്ട് അധികം പിടിച്ചു, 58,804. അതേ സമയത്ത് നമ്മൾ നോക്കേണ്ടത്, ജയിച്ച സ്ഥാനാർത്ഥി CPMന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കൂടിയിട്ടുണ്ട്. CPMന്റെ വോട്ട് 66,000-ൽ നിന്ന് 77,000, 11,000 വോട്ട് CPM നേതാവിന് കൂടിയപ്പോഴും KNA ഖാദറിന്റെ ഭൂരിപക്ഷം കൂടി. KNA ഖാദർ നേടിയ വോട്ട് 58,000 കൂടി. എന്നാൽ ലീഡ് കാര്യമായി വ്യത്യാസം വന്നില്ല, 58,000 സാദിഖ് അലി മത്സരിക്കുമ്പോൾ 51,000 ഉള്ളത് KNA ഖാദർ ആകുമ്പോൾ 58,000, അത് 59,000-ഓളമായി കൂടി. ഭൂരിപക്ഷത്തിൽ വലിയ വ്യത്യാസം വന്നില്ല. എന്നുവെച്ചാൽ സാദിഖ് അലി മത്സരിച്ചപ്പോൾ അബ്ദുൽ ഖാദർ 15,000 ലീഡെങ്കിൽ KNA ഖാദർ മത്സരിക്കുമ്പോൾ NK അക്ബറിന് 18,000 ലീഡ് കൂടിയിട്ടുണ്ട്. എവിടെയാണ് ഈ മറിമായ നടന്നത്? അതാണ് അടുത്ത കഥ, അതാണ് പ്രധാനപ്പെട്ട ഉത്തരം. മൂന്നാം മുന്നണി NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ, അഡ്വക്കേറ്റ് നിവേദിത മത്സരിച്ചപ്പോൾ 2016 25,000 വോട്ട് നേടി. എന്നാൽ അതേ മുന്നണിയിലെ മറ്റൊരു കക്ഷിയായ DSJP എന്ന് പറഞ്ഞ ഒരു നായർ പാർട്ടിയാണ്, അല്ലെ? എതിർക്കുന്ന ഒരു പാർട്ടി, സംവരണത്തിന് വേണ്ടി, സംവരണ വിരുദ്ധ പാർട്ടിയാണ്, ഈ സാമ്പത്തിക സംവരണം വേണമെന്ന് വാദിക്കുന്ന പാർട്ടിയാണ്. മന്നത്ത് പത്മനാഭനാണ് ഒരു എംബ്ലം, അതാണ് ശരിക്കും പ്രവർത്തിക്കുന്നില്ലെന്നുള്ള പരാതി. അതാണ് DSJP. അപ്പൊ NSS വിരുദ്ധരാണോ അവർ? ഇപ്പൊ ഇല്ല പാർട്ടി, ഇപ്പൊ പാർട്ടി ഇല്ല, അതല്ലേ?
അപ്പോൾ അന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ദിലീപ് നായർ എന്നൊരാൾ DSJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പക്ഷേ NDA അവരുടെ മുഴുവൻ സാധ്യതയും കളഞ്ഞു കുളിച്ചു. NDAക്ക് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 25,490 വോട്ട് നേടിയെങ്കിൽ ഈ DSJP സ്ഥാനാർത്ഥി ദിലീപ് നായർ മത്സരിച്ചപ്പോൾ അത് വെറും 6,000 വോട്ടായിട്ട് ചുരുങ്ങി. ചോദ്യം ഇതാണ്, BJPയുടെ ബാക്കി വോട്ടുകൾ ഏതാണ്ട് 19,000-ഓളം 20,000-ഓളം BJP വോട്ട് എങ്ങോട്ട് പോയി? DSJPക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? വെറും 6,000. 6,000. എനിക്ക് തോന്നുന്നു ഈ KNA ഖാദർ എന്ന് പറയുന്നത് വലിയൊരു സ്വാധീനം. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഹിന്ദു മതത്തിന്റെ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്ന ഒരാളും അതുപോലെ ആ തരത്തിൽ പ്രഭാഷണം നടത്തുന്ന ഒന്ന് പ്രഭാഷണം മാത്രമല്ല സർ, ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദം ഉണ്ടായി. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് സാക്ഷാൽ KNA ഖാദർ തൊഴുതു. അത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ വിയോജിപ്പുണ്ടാക്കി. ഒരു പക്ഷേ അയാൾ തോറ്റുപോയതിന്റെ ഒരു കാരണം അതാണ്. അദ്ദേഹം തൊഴുന്ന ചിത്രം വലിയ കാപട്യത്തിന്റെ അടയാളമായിട്ടൊക്കെ ഇടതുപക്ഷം അത് പ്രചരിപ്പിച്ച ആരാധറിയോ ഇടതുപക്ഷമാണ്. പക്ഷേ ഞാനൊരു രഹസ്യം വേറെയും കൂടെ പറയാം. ഇതുകൂടെ എനിക്കറിയാവുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്, വനിതകളും അതുപോലെ തന്നെ പുരുഷന്മാരുമായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കൾ. അവിടെ നിന്ന് തൊഴുന്നവർ അകത്ത് കടക്കാനേ ഉള്ളൂ നിരോധനം. പുറത്തു നിന്ന് തൊഴുകയും ശ്രീകൃഷ്ണന്റെ പടം വിൽക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട് സാറേ. പക്ഷേ കേരളത്തിലെ സ്ഥിതി എന്താണെന്നറിയോ, ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് വർഗീയമായി ഉപയോഗിക്കും. ആ ഇലക്ഷനിൽ KNA ഖാദർ തൊഴുതു നിൽക്കുന്ന ചിത്രം UDF-നെതിരായി വ്യാപകമായി പ്രചരിപ്പിച്ചു ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ടിംഗ് നില വലിയ നഷ്ടം വന്നില്ല. പക്ഷെ ഒരു ഗുണമുണ്ടായി, ഇടതുപക്ഷ UDF-ന്റെ വോട്ടും പോയില്ല കേട്ടോ. കാര്യമായി UDF-ന്റെ വോട്ട് പാനൽ വോട്ട് കിട്ടി. പക്ഷേ കുറച്ചധികം വോട്ട് KNA ഖാദറിന് കിട്ടിയത് BJPയുടെ വോട്ട് 10,000-20,000-ഓളം വോട്ട് അപ്പാടെ മറിഞ്ഞ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണക്ട് ചെയ്യാൻ തെറ്റാണെങ്കിൽ സാറ് അത് തിരുത്തണം. മാതാ അമൃതാനന്ദമയെ പോയി സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഈ തീർച്ചയായിട്ടും KNA ഖാദറിന്റെ പ്രസംഗങ്ങളൊക്കെ അങ്ങനെ ആർഷഭാരത സംസ്കാരത്തെയും ഭാരതീയ വേദങ്ങളെയും പുരാണങ്ങളെയും ഉപനിഷത്തുക്കളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് സമത് സമാധാനിയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹിന്ദുത്വം ഉള്ള ഒരു മുസ്ലിമാണ്. അത് രണ്ടും ചേർത്ത് പറഞ്ഞാൽ KNA ഖാദറിന് വിലയില്ലാതാവും. അതാണ് അതിന്റെ അപകടം. മറ്റേയാള് ഭയങ്കര അറിയാലോ, മറ്റേയാള് ഈ പറഞ്ഞ ഈ പറയുന്ന വാക്കുകളോട് യാതൊരു നീതിയും പുലർത്താത്ത, കൂറു പുലർത്താത്ത അങ്ങേയറ്റത്തെ കാപട്യത്തിന്റെ പ്രതീകമാണ് രണ്ടാമത് പറഞ്ഞയാള്. ആദ്യത്തെ ആള് ആത്മാർത്ഥമായി പഠിക്കുകയും പഠിച്ചത് പറയുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടത് നമ്മൾ 21-ലേക്ക് വന്നപ്പോ മാഷ് കണക്കുകളിൽ കൂടി തന്നെ മാഷ് പറഞ്ഞു, ഈ 12,268 ആ വോട്ടോട് വല്ലാതെ LDF-ന് അനുകൂലമായി വരികയാണ്. അത് വീണ്ടും പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ വരുമ്പോൾ വീണ്ടും അത് നിലനിർത്താൻ LDF-ന് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് നമുക്ക് കണക്കുകളിൽ കാണുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാത്തൊരു മണ്ഡലമാണ് 10, 50, 68 എണ്ണത്തിൽ തിരിച്ചടി നേരിട്ടിട്ടില്ല. അതിലൊന്നാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. 65,454 വോട്ടുകളാണ്. എത്ര? 65,454. നമ്മളെ ഈ കണക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. അല്ല, 65,000 കിട്ടിയെങ്കിൽ പോലും അത് UDF-ന് കിട്ടിയതാണ്. UDF-ന് 65,000 കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ കുറവ് വന്നിട്ടില്ല. അവരുടെ വോട്ട് 66,735 LDF-ന് കൂടി. അപ്പോൾ നേരത്തെ 14,000 വോട്ട് കൂടിയവർ ആ വർധനവ് അവർ കീപ്പ് ചെയ്ത് വരികയാണ്. ഗുരുവായൂർ കീപ്പ് ചെയ്ത് വരുന്നു. അല്ല, ഞാൻ പറയുന്നത് LDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 77,000 വോട്ടുണ്ട്. അത് കുറച്ച് കുറഞ്ഞു അല്ലേ? 66 അല്ലേ? സാധാരണഗതിയിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 21-ലേക്ക് വരുമ്പോൾ കൂടുകയാണ്. ആ വർധനവ് പിന്നെ കുറഞ്ഞില്ല എന്നുള്ളതാണ് ലോക്കൽ ബോഡി വരുമ്പോൾ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഇപ്പോഴും. എങ്കിലും BJP ഇടതുകൂടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 24,083 വോട്ടുകളാണ്. കുറച്ച് അല്ല, 24,083. അപ്പൊ അവരുടെ പാനൽ വോട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരിച്ചു കിട്ടി. 25,000 വോട്ട് ഇപ്പോഴും NDA-യുടെ കൊട്ടയിലുണ്ട്. വ്യത്യാസമേ അതിൽ അപ്പോ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് നിലനിർത്താൻ ട്രെൻഡ് ഇപ്പൊ അവർക്ക് അനുകൂലമാണ്. ഒരു മാറ്റവും വരാതെ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ മണ്ഡലമായിട്ട് ഗുരുവായൂരുണ്ട്. ഇനി ആരാണ് മത്സരിക്കുക? NK അക്ബർ ഒരു തവണ മത്സരിച്ചുള്ളൂ. അദ്ദേഹം തന്നെ വീണ്ടും വരുമോ നമുക്ക് അറിഞ്ഞൂടാ. UDF-ൽ ഇനി ആര് വരും? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് KNA ഖാദർ ഇനി മത്സരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മലപ്പുറത്തെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിലല്ലാതെ പരീക്ഷണ മണ്ഡലങ്ങളിലേക്ക് വരാനിടയില്ല. അപ്പോൾ പിന്നെ ആര് ലീഗിൽ നിന്ന്? അങ്ങനെ വരുമ്പോൾ ഈ പഴയ സാദിഖ് അലി തന്നെ, അവിടുത്തെ അവൻ ആ മണ്ഡലക്കാരനാണ്, ഗുരുവായൂർ മണ്ഡലക്കാരനാണ് സാദിഖ് അലി, യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. അവൻ തന്നെ വരുമോ? ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി എന്തോ ആണ് അദ്ദേഹം തന്നെ വരുമോ എന്ന് എനിക്കറിയാം. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.